പഞ്ഞിമരം പൂത്തു. പൂക്കുക മാത്രമല്ല, കായ്ച്ച് പഞ്ഞിക്കായ ഉണങ്ങുകയും ചെയ്തു. ഉണങ്ങിപ്പൊട്ടിയ പഞ്ഞിക്കായ പഞ്ഞിയും പറത്തി പഞ്ഞിമരത്തിൽ തന്നെ പറ്റി നിൽപ്പാണ്. പറഞ്ഞു വരുന്നത് പഴയ കഥയാണ്. പണ്ട് പണമുള്ളവന് ഉറക്കസുഖം പകരുന്നതിന് പ്ലാസ്റ്റിക് വരിഞ്ഞ കട്ടിലിൽ പഞ്ഞി നിറച്ച മെത്തയും തലയിണയും വേണമായിരുന്നു. അതുകൊണ്ട് പഞ്ഞിക്കും നല്ല വിപണനവും പണ്ടുണ്ടായിരുന്നു. പഞ്ഞി വിറ്റ് കഞ്ഞി കുടിച്ചവരും പണമുണ്ടാക്കാൻ പഞ്ഞിയിൽ പണി ചെയ്തവരും ഉണ്ടായിരുന്നു. പഞ്ഞിമെത്ത ആവശ്യമുള്ളവരും ഉണ്ടായിരുന്നു. പറമ്പിൽ പൊഴിഞ്ഞു വീഴുന്ന പഞ്ഞി സംസ്കരിച്ച് വിൽക്കുന്നവരും സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുന്നവരും ഉണ്ടായിരുന്നു. പഞ്ഞം മാറി പണവും പ്രതാപവും വന്നതോടെ പാമരന്മാർ പണക്കാരായി. ഇത്തരക്കാർക്ക് റെഡിമെയ്ഡ് റബ്ബർ കംഫർട്ട് ബെഡ്, തലയണ തുടങ്ങിയവ മതിയെന്നായി. അതോടെ തുണി കീറി പഞ്ഞി പോയി എന്ന പരാതിയുമില്ലാതായി. സാധാ നാടൻ പഞ്ഞിയുടെ പല ആവശ്യസ്ഥാനങ്ങളിലും പരുത്തിപ്പഞ്ഞി, സിന്തറ്റിക് പഞ്ഞി എന്നിവ കൈയടക്കി. പലരും പറമ്പിലെ പഞ്ഞി വിറകാക്കിയതോടെ നാട്ടിൽ നിന്ന് പഞ്ഞിമരവും കാണാതെയായി. പഞ്ഞിയുടെയും പഞ്ഞി തന്ന കഞ്ഞിയുടെയും സുഖമറിഞ്ഞ ഒരു പഴമക്കാരൻ പറഞ്ഞതനുസരിച്ച് PTN ന്യൂസിൻ്റെ ക്യാമറ പകർത്തിയ പഞ്ഞിക്കാഴ്ച പറഞ്ഞു തരുന്നത് ഇതാണ്: പഞ്ഞമില്ലാതെ ജീവിച്ചോളൂ. പണക്കാർക്കും പാവപ്പെട്ടവർക്കും അവസാനം ഒരിറ്റ് പഞ്ഞി സ്വന്തമാക്കാം. സദയം ക്ഷമിക്കുക. PTN ന്യൂസ്, പത്തനംതിട്ട.